അല്ല പറ ഒരു മാസം നാട്ടിലുണ്ടായിട്ട് ഇത്രയും ചക്ക തന്നിട്ട് നിനക്ക് ഇപ്പൊ എത്തിയിട്ടല്ലേ ഉള്ളൂ. ചക്ക ഇവിടെ കണ്ടാലും എനിക്കൊരു വീക്ക്നെസ് ആണ്. ഞാൻ അതിലിട്ടിട്ട് ഇത് മുഴുവൻ പറിച്ച് എന്റെ തിന്നാൻ പാടുള്ളൂ. അല്ല ഞാൻ കഴിച്ചു നോക്കിട്ട് നല്ല പിന്നെ ഞാൻ അത് പറിച്ച് കഴിയുമ്പോഴേക്കും കഴിക്കാണ്ടാവില്ല. അങ്ങനെയല്ലോ മധുരം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലേ പിന്നെ മധുരം ഇല്ലേലും ഇപ്പൊ ഇതല്ലേ കഴിക്കാൻ പറ്റൂ, വേറെ ചക്ക ഇല്ലല്ലോ. ഇപ്പൊ കൃഷ്ണയുടെ അവിടെ പോയില്ലേ അറിഞ്ഞിട്ട് ചക്ക ഉണ്ടോന്ന് മറ്റേട്ടാ ഇനി ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ആ തമിഴനോട് പറഞ്ഞിട്ടേ ഗണപതിയിലെ തമിഴല്ലേ, ഞാനും ആള് ഭയങ്കര കൂട്ടാ. ആളെ എത്ര കാലം പോയി കഴിഞ്ഞു പോയാലും എന്നെ മറക്കൂല. അതിനൊരു കാരണുണ്ട്. അതിനൊരു കാരണുണ്ട്. എന്താന്നറിയോ, ഞാൻ വണ്ടിയോടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സമയല്ലേ ഹാരോല്, ഇത് ഹാരോ എന്ന് പറയുമ്പോഴേക്കും ആ 10 മിനിറ്റല്ലേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ 2 ചാക്ക് സാധനങ്ങളൊക്കെ ആയിട്ടാ പോവാട്ടോ, ലൈക്ക് തിരിച്ച് മേടിച്ചിട്ട് പോവാ. അപ്പൊ അയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ ഇവിടെ ദൂരെ എവിടെയെല്ലാണോ താമസിക്കണേ, കൺട്രി സൈഡ് എവിടെയാണോ താമസിക്കണേന്ന് ചോദിച്ചേ. അപ്പൊ ഞാൻ അല്ല, അപ്പൊ എവിടെയാ താമസിക്കണേ വെച്ചാൽ ഞാൻ പറയാം ഹാരോല്. അപ്പൊ അയാൾ എന്തെങ്കിലും 2 മിനിറ്റ് നോക്കിട്ടോ. അപ്പൊ എന്നോട് വെച്ചേ നീ ഒറ്റയ്ക്കാണ് താമസിക്കണേ, കുറെ പേര് കൂടിയിട്ടാണ് താമസിക്കണേ ചോദിച്ചേ. ഞാനല്ല, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കണേന്ന്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാ ആഴ്ച മൂലതാണോ, ഞാൻ 2 മാസത്തേക്കുള്ള സാധനങ്ങള് നിഷ ചേച്ചിക്ക് മനസ്സിലാവും. ഞാൻ പക്ഷെ നിഷ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത്. പക്ഷെ സന്തോഷം ഉണ്ട് കേട്ടോ. എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് ചക്കന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുപോയത്. പിന്നെ എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ ആ ചക്ക എടുക്കട്ടെ എന്ന് പറഞ്ഞ ഓടിപ്പോയി ചക്ക എടുത്തപ്പോഴേ ഒന്നും മിണ്ടാന്നപ്പോഴേ എനിക്ക് തോന്നി പരാതിയില്ല എടുത്തോ. ഞാനല്ലേ കാണിച്ചു അതെ ചക്ക കാണിച്ചു. അപ്പൊ കാണിച്ച നന്നായി. അവിടെ 3 പീസ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഏറ്റവും നല്ല പീസ ഞാൻ എടുത്തിട്ട് വന്നു. ശരി എന്നാ.